ഒരുപാട് സമയമായി. നിനക്ക് അന്ന് തുടങ്ങിയപ്പോ തന്നെ എനിക്കും ചേരായിരുന്നല്ലേ? ഞാൻ പറഞ്ഞല്ലേ ചേച്ചിയോട്, അത് ചേച്ചിക്ക് പൈസ ഇല്ലായിരുന്നല്ലോ. ചേച്ചി ലില്ലി ചേച്ചി കൂടെ അങ്ങോട്ടാ പോസ്റ്റ് ഓഫീസിൽ വന്ന ചിട്ടി കൂടാൻ വേണ്ടി. കനകൻ സാറ് സുഖമായിട്ടിരിക്കുന്നോ? കുഴപ്പമൊന്നുമില്ല. നിങ്ങളാരെ ഇപ്പൊ അങ്ങനെ അങ്ങോട്ട് കാണാറില്ലല്ലോ. ഡ്യൂട്ടിയുടെ തിരക്കല്ലേ, ഇറങ്ങാൻ സമയം കിട്ടുന്നില്ല. ഇടയ്ക്ക് ഇറങ്ങാം. അവന് ചെറിയ വിഷമമൊക്കെ ഉണ്ട്, എല്ലാരും കാണാൻ പറ്റാത്തതിലൊക്കെ. എന്ത് ചെയ്യാനാ, ഇപ്പൊ ഡ്യൂട്ടിയാണല്ലേ? അതെ അതെ, ഡ്യൂട്ടിയിലാണ്. ഞങ്ങളൊരു വെള്ളം കുടിച്ചിട്ട് പോകാന്ന് വിചാരിച്ചു. ശരിയുണ്ടോ സാറേ? ഒരു കാര്യം ചോദിച്ചോട്ടെ? ഓ ചോദിച്ചോളൂ. ഞങ്ങളിത് ചോദിച്ച കാര്യം ആരോടും ഇല്ല, പ്രത്യേകിച്ച് കനകനോട്. ഇല്ല, പറയത്തില്ല. അവനിപ്പോ സസ്പെൻഷൻ ആയല്ലോ. അതെ. അതെന്താ ആര് കാരണാന്ന് എന്തെങ്കിലും അറിഞ്ഞോ? ഞങ്ങൾക്ക് അതിനെ കുറിച്ച് അറിയില്ല. ആണല്ലേ? അതിനെ കുറിച്ച് നമുക്ക് റിപ്പോർട്ടുകളൊന്നും കിട്ടിയിട്ടില്ല. ഞാനോട് നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും. ഇല്ല, അറിഞ്ഞിട്ടില്ല. എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ പറയാം. തീർച്ചയായിട്ടും വിളിച്ചു പറയാം. ഇടയ്ക്കൊക്കെ അങ്ങോട്ട് ഇറങ്ങുന്നു. ഓ ആയിക്കോട്ടെ, ഇറങ്ങിക്കോളാം. ശരി. കനക, എടാ നമുക്കൊരു കാര്യം ചെയ്യാടാ. ഈ ഗ്രില്ലങ്ങ് മാറ്റിയിട്ട് ഇത് 24 മണിക്കൂർ എണ്ണ കൊടുത്തോണ്ടിരിക്കുന്ന പറ്റണ കാര്യമാണ്. ഇപ്പൊ പല വീടുകളിൽ ഇങ്ങനെ ഗ്ലാസിന്റെ ഇതുണ്ടടാ, നമ്മൾ വരുമ്പോ തന്നെ തുറക്കും. മറ്റേ സെൻസർ ഉള്ളത് വലിയ ഹോട്ടലിലൊക്കെ നന്നായിരിക്കും. അത് കാരണം നമ്മൾ അവിടെ എത്തുമ്പോൾ തന്നെ നമ്മളെ കാണുമ്പോൾ തന്നെ അങ്ങ് തുറന്നു തരും. അറിയാം നീ ഇത് അല്ലെങ്കിൽ ഒരു നല്ല കാര്യം പറഞ്ഞാൽ എന്തെങ്കിലും നീ അംഗീകരിച്ചിട്ടുണ്ടോ? അതൊരു നല്ല കാര്യമാണ്, പക്ഷെ നല്ല പൈസയാവും. നല്ല പൈസ ഉണ്ടാ. എന്നാ പിന്നെ പൈസ ഇല്ലാന്ന് പറഞ്ഞാൽ മതി. പിന്നെ കളിയാക്കേണ്ട കാര്യമൊന്നുമില്ല. എടാ വേറൊരു കാര്യം ഉണ്ടായി. ഇന്ന് നിന്റെ ഒരു കൂട്ടുകാരൻ പോലീസിനെ കണ്ടു ഞങ്ങള്. പോസ്റ്റ് ഓഫീസിൽ പോയപ്പോ മറന്നുപോയി നിന്നോട് പറയാൻ. അയ്യോ അതാ എടി, എന്താടി ആ സാറിന്റെ പേര്? നമ്മള് ഷിബു സാർ. അത് തന്നെ പൊക്കമുള്ള ഒരു ചെറുക്കനില്ലേ? അങ്ങനെ കണ്ട് നമ്മുടെ ഏട്ടനവരൊന്നും വിളിക്കാറില്ല എന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ഈ സസ്പെൻഷനെ കാരണം എനിക്കൊരു മടിയാ. അത് കൊള്ളാലോ. അത് എന്ത് വർത്താനാ പറഞ്ഞത്? അവര് നിന്റെ കൂടെ ജോലി ചെയ്ത ആൾക്കാരല്ല, അല്ലാതെ നിന്നെ തേച്ചിട്ട് പോയ കാമുക്കൊന്നും അല്ലല്ലോ മടി കാണിക്കാൻ. അതുകൊണ്ടല്ല, നമ്മളിപ്പോ ഇങ്ങനത്തെ അവസ്ഥയിലാണ്, സസ്പെൻഷൻ ആയിരിക്കണം. ഇപ്പൊ വിളിക്കുമ്പോൾ അവരെന്ത് വിചാരിക്കും? എന്തെങ്കിലും പൈസ ഉണ്ടാന്ന് ചോദിക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യം വിളിക്കുക, അങ്ങനെയൊക്കെ ചിന്തിച്ചാൽ എന്ത് ചെയ്യും? ഏട്ടന്റെ ഈ ചിന്തയാ പ്രശ്നം. അവരെന്തായാലും അങ്ങനെയൊന്നും ചിന്തിക്കാൻ പോകുന്നില്ല. ഏട്ടൻ അവരെ വിളിക്കാത്തതിൽ അവർക്ക് പരിഭവമുള്ളത് അല്ലേ ചേച്ചി? പിന്നില്ലേ, ഞാൻ വിളിക്കാൻ വേണം. ഈ ഷിബു ഉണ്ടല്ലോ, സ്ഥിരമായിട്ട് എന്നെയാണ് വിളിച്ചോണ്ടിരിക്കുന്നത് എപ്പോഴും. ജോലിയുള്ള സമയത്ത് അവനാണ് എല്ലാത്തും ഒന്നും അത്രയ്ക്ക് നന്നായിട്ട് അറിയില്ല. ഇപ്പം മകസർ ആക്കണമെങ്കിലും ഒരു ലോക്കൽ ഇഷ്യൂ ആണെങ്കിലും ഒക്കെ എന്നെയാണ് മുന്നിൽ നിർത്തുന്നത്. സാർ എന്ന് പറഞ്ഞു ഞാൻ മുമ്പ് കയറി നിൽക്കും, എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും. അങ്ങനെ മുമ്പിൽ നിർത്തിയാണ് അവന്റെ പണി കളഞ്ഞത്. പണി പോയത് അങ്ങനെയാണ് അടി, അത് നമ്മുടെ സമയദോഷം. അല്ല അവനെന്തോന്നു? ഒരു സമയദോഷവും അല്ല, ഇങ്ങനെ എല്ലാത്തിനും കയറി മുമ്പ് നിന്നിട്ട് തന്നെയാണ് ഏട്ടന്റെ പണി പോയത്. നീ എല്ലാവരുടെയും കരടായി, അല്ലാതെ എന്തുവാ? നിങ്ങൾ ഇപ്പൊ എനിക്ക് ശല്യം എഴുതിട്ട് പോകുന്നൊക്കെ നിനക്ക് അപ്പോഴും അവന്റെ കാര്യങ്ങളാണ്. അവന്റെ നീ പിടിച്ച മുയലിന് 4 കൊമ്പ്. ഞങ്ങൾ പറഞ്ഞപ്പോ ഏട്ടനൊന്നും വിളിക്കാൻ പറ്റത്തില്ല അവരെയൊന്നും. വിളിച്ചിട്ട് എന്താണ്? എടാ ചെറുക്കാൻ, നിന്റെ പണിയുടെ കാര്യം അവരെങ്കിലും ഒന്ന് ശരിയാക്കട്ടെ. എന്റെ പണിയുടെ കാര്യം ശരിയാക്കുന്നത് അവരല്ലല്ലോ, അതിന് വേറെ ആൾക്കാരില്ലേ? അല്ലെങ്കിൽ ഏട്ടനെ എല്ലാരും മറന്നു പോകും. ഇത് പിടിച്ചേ, ഞാൻ പോണ്. എനിക്ക് ഇവനോടൊക്കെ വർത്താനം പറഞ്ഞിരുന്നു. ഞങ്ങൾക്കാണ് ബോധമില്ല. എന്തെങ്കിലും ബോധമുള്ള എനിക്ക് വിളിക്കാൻ സൗകര്യമില്ല. വേണ്ട പോ. വിളിച്ചില്ലേ വിളിക്കണ്ട. ഇവിടെ ഇങ്ങനെ നിരാശ കാമുകനെ പോലെ ഇരുന്നോ? ഏത് സമയം നോക്കിയാലും ഇങ്ങനെ ചിന്തയാണ്. എന്ത് ഞാൻ ജോലി കൊണ്ടിരിക്കില്ല, നിങ്ങളെ പിടിച്ചത് അമ്മാരാണ് തീരുമാനിക്കുന്നത് എന്റെ ജോലിയുടെ കാര്യം. ഞാൻ വിളിക്കുന്നില്ല. എവിടെ ഇന്ന് ലില്ലിയെ തങ്കത്തിനെ കണ്ടിട്ടുണ്ടായിരുന്നു വഴിയിൽ വെച്ച്. അവരിങ്ങനെ പറഞ്ഞായിരുന്നു. അങ്ങനെ പോകുന്ന കാര്യങ്ങളൊക്കെ. എവിടെ സ്റ്റേഷനിലുണ്ടോ അതോ? സാറെന്ത് പറയുന്നു? കുഴപ്പമില്ല, അതങ്ങ് മാറും. അങ്ങനെയൊന്നുമില്ല. ഇപ്പം നമ്മൾ എന്ത് വന്നാലും ഫേസ് ചെയ്തല്ലേ പറ്റുള്ളൂ. കുറച്ച് ദിവസം കൂടെ തന്നെ നോക്കാം നമുക്ക്. ബാക്കി പേപ്പർ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. എങ്ങോട്ട്? കോളനിയിലേക്ക് പോണോ? പ്രശ്നം തീർന്നില്ല ഇതുവരെ. അല്ല അത് സൂക്ഷിക്കണം, കാരണം അവര് ഒരു ബോധം വരില്ലാത്തമാരാ. ശരി എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ തന്നെ. ശരി.
എന്താണ് ലില്ലിപ്പെണ്ണിന്റെ കൺവട്ടത്തു നിന്ന് മാറി പാത്തി എന്നൊരു ഫോൺ വിളി? സസ്പെൻഷനൊക്കെ ആകുമ്പോൾ ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ. എന്താണ് എന്താ ഉദ്ദേശിക്കുന്നത്? അല്ല, വിളിച്ച് അറിയുന്ന വിളിക്കുന്ന കണ്ടപ്പോൾ ഇപ്പോൾ വെറുതെ എനിക്കറിയാം മച്ചമ്പയ്ക്ക് അങ്ങനെ വഴിവിട്ട ബന്ധങ്ങളൊന്നും ഇല്ലെന്ന്. വഴിവിട്ടോ എന്തോ എന്തോടാ വേണം? ഒന്നാമത് ഇവിടെ മനുഷ്യൻ മനസ്സമാനല്ലാതെ സസ്പെൻഷൻ ആയിരിക്കും. രണ്ടിടെ വേറെ അടുത്ത തല ഒരു ഞാൻ ചുമ്മാ പറഞ്ഞ കിടിലും കപ്പയ്ക്ക് കിട്ടി. ഞാൻ നമ്മുടെ കൂടെ വർക്ക് ചെയ്ത മറ്റേ പോലീസുകാർ ഷിബു ഉണ്ടല്ലോ, പുള്ളിയൊന്ന് വിളിച്ചാ അവൻ മറ്റേ PK കോളനിലോട്ട് പോകണമെന്ന്. അവിടെ മറ്റേ ഇഷ്യൂ നടന്നുകൊണ്ടിരിക്കല്ലേ, വഴിതർക്കം. PK കോളനിയിലോ? എത്ര ആളായി? എൻ്റെ മച്ചമ്മി മുമ്പും പിരിവില്ലാത്ത ടീമുകളാണ് ടൂറിസം കൊണ്ട് കിടക്കുന്നത്. അവിടെ ചെന്നേറി അമ്മ ഒരു പണി തരുവേ. എടാ ഇത് മുമ്പ് പ്രശ്നമുള്ള കാര്യം എനിക്കറിയാം. ഞാനല്ലേ അന്ന് പോയി സോൾവ് ചെയ്തിട്ട് വന്നത്. അച്ഛമ്മ സോൾവ് ചെയ്തോ? പിന്നെ അന്ന് ആദ്യത്തെ പ്രശ്നം വന്നപ്പോൾ ഞാനല്ലേ പോയിരുന്നത്. അന്ന് മച്ചമ്മയുടെ ദേഹത്ത് യൂണിഫോം ഉണ്ടായിരുന്നു. ഇന്നിപ്പോ മച്ചമ്മയ്ക്ക് അങ്ങോട്ട് നിന്ന് കയറാൻ പറ്റുമോ? എന്ത് കുഴപ്പം? എന്റെ മച്ചമ്മ അമാര് ചെമ്മീൻ പറയുന്ന പോലെ പറഞ്ഞു വിടുന്നു. യാതൊരു വെളിവില്ലാത്ത അമ്മാരാണ്. എടാ യൂണിഫോം ഉണ്ടെങ്കിൽ യൂണിഫോം ഇല്ലെങ്കിൽ ഒരു പോലീസുകാരന് നീതി ന്യായം നടപ്പിലാക്കാൻ പറ്റും. മനസ്സിലായില്ലേ? അത് വിവരമുള്ളവരടുത്ത് പറഞ്ഞു. അമ്മാർക്ക് 10 പൈസയുടെ വിവരമില്ല. പണ്ട് സേമിയക്കട വെച്ചൊരു അടിക്ക് ഞാൻ അവിടെ ചെന്ന് കയറിട്ട് രക്ഷപ്പെട്ട പാടെ എനിക്കറിയാം. അങ്ങനൊന്നുമില്ല. നമ്മളീ പറഞ്ഞ കണക്ക് ഈ യൗമാര് അങ്ങനെ അത് ചെയ്യും ഇത് ചെയ്യുമെന്ന് വിചാരിച്ചിട്ടേ സർക്കാർ ശമ്പളം നിന്ന് കാക്കി നിർത്തിക്കണ വെറുതെ അല്ല. നമ്മളവിടെ പോയേ പറ്റുള്ളൂ. നമ്മുടെ ജോലിയാണത്, നമ്മുടെ ഉത്തരവാദിത്തമാണത്. കൂട്ടുകാർ അവിടെ പോയിട്ടുണ്ട്, അവരോട് വിളിച്ചിട്ട് അവിടെ നിന്ന് എസ്കേപ്പ് ആകാൻ പറ. അല്ലെങ്കിൽ പിന്നെ ചെന്ന് ഭയങ്കര പ്രശ്നം. അവന്മാര് പണി തരും പറഞ്ഞ പണി തരും. ക്രമസമാധാനം പാലിക്കാനല്ലടാ നമ്മുടെ ജോലി അല്ലേ? അതാണ്. അല്ല വീട്ടിലിരിക്കണ പരിപാടി. പണ്ടൊരു ഉത്സവത്തിന്റെ വിഷയത്തിന് കളക്ടർ വരെ കയറിയിട്ട് അവസാനം സമാധാനം അരച്ചാൽ അത് ഒത്തുതീർപ്പാക്കി. അപ്പം ആലോചിച്ച് ഈ പൂജപ്പുര സ്റ്റേഷനിലെ പോലീസുകാർ മാത്രം കൂട്ടിയ കൂടത്തില്ല അവിടെ. നീ ഇത്തരം ഭാരിച്ച കാര്യങ്ങളൊന്നും ഇടപെടണ്ട. നീ ഇപ്പം എന്തിനാ വന്നത്? എടുക്ക മച്ചമ്മി, എനിക്ക് അറിയാവുന്ന കാര്യം കൊണ്ടാണ് ഞാൻ പറഞ്ഞേ. അവിടെ ഡിങ്കം ബാസു, കട്ടി ഷിബു അങ്ങനെ കുറച്ച് പേര് പരിചയക്കാരുണ്ട്. അവന്മാർക്ക് യാതൊരു വിവരമില്ല. അവന്മാർ മച്ചമ്പി ഇതുമായിട്ട് ബന്ധപ്പെടാൻ നിൽക്കല്ലേ. എനിക്കതേ ഉള്ളൂ. ഒരു ആവശ്യം വന്നാൽ പോയേ പറ്റുള്ളൂ. ചുമ്മാ ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങൾ പറയാനായിട്ട്. ഇത് ലില്ലിപ്പണ്ണെ വെള്ളസാരി പിടിപ്പിക്കുന്ന ലക്ഷണം. ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, ഒന്ന് കേൾക്കുന്നു. നമ്മുടെ കഴുകി കൂട്ടി കിട്ടുന്ന സമയത്ത് ഒന്ന് തേച്ച് വെച്ചാൽ മനുഷ്യന് അത്രയും സമാധാനം കിട്ടിയോ? ഒരു തിരക്കുള്ള ഒരാളാണെന്ന് അവൾക്കറിയില്ല. വല്ലതും പറഞ്ഞായിരുന്നോ? ഏ വല്ലതും പറഞ്ഞായിരുന്നോന്ന്? അല്ല, ഞാൻ പറയുന്നത് അംഗം, നീ തേക്കുന്ന പോലെ ഞാൻ തേച്ചാലേ അതും കൂടി ശരിയാവണില്ല കേട്ടോ. ആണോ? സത്യം. നീ ആകുമ്പോൾ ആ വടിവും ഉടവും ഒക്കെ മാറ്റി നല്ല കൃത്യമായിട്ട് തേച്ച് വെക്ക്. ഒന്ന് തേച്ചേടി. അവിടെ പോയിട്ട് വെറുതെ പോയിരിക്കാനല്ലേ പാർട്ടി ഓഫീസിൽ പോയിട്ട്? അത്രയും മടി കൂടി വെക്കാൻ മതി. അങ്ങോട്ട് തേക്ക് അങ്ങോട്ട്. അയ്യേ മച്ചമ്പി, മച്ചമ്പി. അതെ, അടുത്ത തലവേദന. ആവശ്യത്തിന് ഒരു ഞാൻ നോക്കി കുളിച്ചിട്ട് എനിക്ക് ചൂടെടുത്തിട്ട് റൊണാളെ, നീ ഇത് തേച്ചാൽ നല്ല ഇതായിരിക്കും അല്ലേ? തേച്ച് ഞാൻ തരാം. എന്തോന്നടാ ഒരു പ്രശ്നമുണ്ട്. ആ PK കോളനിയിലെ വിഷയം മച്ചമ്പിക്ക് അറിയത്തില്ലേ? അത് വീണ്ടും അതിനേക്കാൾ വിഷയമാകാൻ പോവാ. ആണോ? ആഹാ. അപ്പം ശക്തമായ പാർട്ടി ഇടപെടേണ്ടി വരുമല്ലോ. ആ പാർട്ടിയല്ല, മച്ചമ്പതിനകത്ത് ഇടപെടേണ്ടി വരും. അല്ല, പാർട്ടി എന്ന് പറഞ്ഞാൽ പിന്നെ ആരടാ? ഞാനല്ലേ ഇടപെടാം. പാർട്ടിക്ക് വേണ്ടിയിട്ടല്ല, കനവ് മച്ചമ്പിക്ക് വേണ്ടി ക്ലീറ്റോ മച്ചമ്പി ഇടപെടേണ്ടി വരുമെന്ന്. മച്ചമ്പി സർവീസിൽ അങ്ങാണ്ട് ഇരിക്കുമ്പോൾ അവിടെ അങ്ങാണ്ട് ഒരു സമാധാന ചർച്ച വെച്ചപ്പോൾ പുള്ളിക്കാരൻ ഉണ്ടായിരുന്നു. പോലീസുകാർ പറയണം അവർ സോൾവ് ചെയ്തതാണ്. നമ്മൾ പോയി ഇടപെട്ട് സോൾവ്. അപ്പൂട്ടും സാറും ഞാനും കൂടെ പോയി പണ്ട് സോൾവ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ വീണ്ടും വിഷയമായി. പൂജപ്പുര സ്റ്റേഷനിലെ പോലീസുകാരോട് ഡ്യൂട്ടി കിട്ടേക്കുക. അപ്പൊ ഇങ്ങനെ കൂട്ടുകാരെ ഷിബുവോ അവൻ അവിടെ കണ്ട് ഇരിപ്പുണ്ട്. അപ്പൊ കൈവിട്ടു പോകുന്ന സമാധാന ചർച്ചയ്ക്ക് കനക വരുമോ എന്നങ്ങാണ്ട് ചോദിച്ചു പുള്ളി ചെല്ലാതെ വാക്ക് കൊടുത്തേക്കുക. ഇവ അവിടെ പോയിട്ട് എന്ത് മല മറിക്കാനാണ്? എനിക്കറിയത്തില്ല. ഞാനത് പറഞ്ഞപ്പോ പച്ച പറമ്പി വെച്ചാൽ ഞാൻ പറഞ്ഞു നോക്കാം, പക്ഷെ അവന്റെ കാല് പിടിക്കാനൊന്നും തന്നെ കിട്ടില്ല. കാല് പിടിച്ചിട്ടാലും പോകാം. ആ PK കോളനിയും പോലീസുകാരായിട്ട് ഇപ്പൊ ഒരു വിഷയം നടന്നു. ഒന്നുമില്ല. അത് ആ വിഷയമൊന്നുമില്ല. ഇത് ഈ ഉള്ളവനില്ലേ, ഇച്ചിരി പൈസ ഉള്ളവന് ഇല്ലാത്തവൻ്റെ അടുത്തുള്ളൊരു ചുരുക്കമുണ്ടല്ലോ, അത് എനിക്കറിയാം. അത് എന്ത് ചെയ്യണം? വല്ല കുഴപ്പത്തിലും പോയി ചാടി ഒരാൾ തിരിഞ്ഞു നോക്കാൻ ഉണ്ടാവില്ല കേട്ടോ. ക്ലീറ്റോ ഒന്ന് ചെന്നേടാ, അതിനെ പറഞ്ഞ് മനസ്സിലാക്കിയടാ. പൊതുപ്രവർത്തനം പല പ്രശ്നങ്ങളും ഇടപെടേണ്ടി വരും. കാര്യമായിട്ട് സംസാരിക്കണം. ഇത് ഇങ്ങോട്ട് നോക്കിയാൽ ഞാൻ എത്ര സമയമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, മനസ്സിലാവണില്ല ഏട്ടന്. എടി അവിടെ ഒരു പ്രശ്നം നടക്കില്ല, എനിക്ക് പോയല്ലേ പറ്റുള്ളൂ. ഈ വഴക്കിന്റെ ഇടക്കോട്ട് ഏട്ടൻ എന്തിനാന്നേ പോണത്? എടി അന്ന് ആ കോളനി പ്രശ്നം നടന്ന സമയത്ത് ഞാനാണ് പോയി സോൾവ് ചെയ്തത്. മനസ്സിലായില്ലേ? അപ്പൊ ആ പ്രശ്നം വീണ്ടും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ പോകണ്ടേ അവിടെ? അതിന് ഏട്ടൻ ഇപ്പൊ ഡ്യൂട്ടിയിലുണ്ടാ? അല്ലല്ലോ, ഏട്ടൻ പോലീസ് സസ്പെൻഷനിലല്ലേ ഏട്ടന്? സസ്പെൻഷൻ ആണെങ്കിലും അല്ലെങ്കിൽ ഞാൻ പോലീസുകാരനാണ്. എനിക്ക് ആ ക്രമസമാധാന ഒരു പ്രശ്നം നടക്കുമ്പോൾ ഞാൻ പോകേണ്ടി വരും. നമ്മുടെ ഉത്തരവാദിത്തമാണത്. അവിടെ ഇപ്പൊ പ്രശ്നം ഇപ്പൊ ഏട്ടൻ എങ്ങനെ അറിഞ്ഞു? പറഞ്ഞു. ഏവന്മാര് പറഞ്ഞു. ഷിബുവിനെ വിളിച്ചപ്പോ പറഞ്ഞ ഷിബു പറഞ്ഞു. ഷിബുനെ ഷിബു വിളിച്ചപ്പോ പറഞ്ഞു. ഇങ്ങോട്ട് വിളിച്ചാ? ഞാൻ ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് വിളിച്ചാൽ എന്ത്? ഏട്ടൻ അങ്ങോട്ട് വിളിച്ചല്ലേ? നീ അല്ലേ പറഞ്ഞ വിളിക്കാനായിട്ട്?
ഞാൻ വിളിക്കാൻ പറഞ്ഞ അയാളെ എന്തെങ്കിലും വിശേഷം ചോദിച്ച് വിളിക്കാനല്ലേ പറഞ്ഞത്. ഇതിപ്പോ വലിയ തൊല്ലയായല്ല വിളിക്കാൻ പറഞ്ഞത്. ഇപ്പൊ വിളിച്ചാലില്ലെങ്കിലും എനിക്ക് ഇതിനകത്ത് ഇടപെട്ടേ പറ്റുള്ളൂ. ഉള്ള കാര്യം പറഞ്ഞേക്കാം. എന്തൊരു ഇടപെടുന്നതിന് കുഴപ്പമില്ല, പക്ഷെ ഇടപെട്ട് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഏണിയായി കഴിഞ്ഞാൽ സഹായിക്കാൻ ഒരുത്തനും കാണൂല. അതെ, ഒരുത്തനും കാണുന്നില്ലതോ? ഒരുത്തനും കാണില്ല. ഈ പറയുന്നത് നീ പോലും കാണില്ല. ഇവിടെ സസ്പെൻഷനായ ഒരു പോലീസുകാരനെ സഹായിക്കാൻ ഇവിടെ ആര് കൂടെ നിൽക്കുന്നതാണ്? എത്ര പറഞ്ഞാലും മനസ്സിലാവണ്ടേ ക്ലീറ്റോ ചേട്ടാ. ആര് സഹായിച്ചില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. എനിക്കറിയാം എന്റെ കാര്യം നോക്കാനായിട്ട്. മനസ്സിലായല്ലോ? ഇടേ ഇതൊരു പോലീസുകാരൻ്റെ ചുമതല അല്ല ഈ കാര്യങ്ങൾ ഇടപെടുക എന്നുള്ളത്. ഇത് പരിഹരിക്കാനാണ് ഞങ്ങൾ ജനപ്രതിനിധികൾ വെള്ളയായിട്ട് ഞങ്ങളെ പോലുള്ള ജനപ്രതിനിധികളുള്ളത്. ഞങ്ങൾ ഇടപെട്ട് പരിഹരിക്കേണ്ട പ്രശ്നമാണിത്. അതിൽ നീ പോയി ഇടപെട്ടിട്ട് എന്ത് ചെയ്യാനാണ്? ഇതിപ്പോ പ്രസവം എടുക്കാമെന്ന സ്ത്രീ ഇരട്ട പറ്റ പോലെ ആയി പോയല്ലോ. നീ ചുമ്മാ ഇരടാ. ഇതിപ്പോൾ ഒരു പോലീസുകാരൻ പോയി സോൾവ് ചെയ്യണത് നല്ലത് ഒരു ജനപ്രതിനിധി പോയി ഇടപെടുമ്പോൾ പ്രശ്നം, പ്രത്യേകിച്ച് സസ്പെൻഷനിലിരിക്കുന്ന ഒരാൾ. ലില്ലിമോളെ നമ്മൾ പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു വ്യക്തിയല്ല പോണത്, DDT ഒരു പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ് ഞാൻ പോണത്. ഒരു കൂട്ടം പേര് ഞങ്ങളുടെ പിന്നിലില്ലേ, അപ്പോൾ അതുകൊണ്ട് പ്രശ്നമില്ല. നീ വരുന്നുണ്ടോ? എനിക്ക് അവിടെ ചെന്ന് കയറി എനിക്ക് ഇടി വിട്ടും. അവിടെയുള്ള ടീമായിട്ട് ഞാൻ പഴയ ഉടക്കുണ്ട്. ഈ മച്ചമ്പിയെ പിന്തിരിപ്പിക്കാൻ ഈ മച്ചമ്പിയെ കൊണ്ടുപോകുന്നു. ഈ മച്ചമ്പിയെ പിന്തിരിപ്പിക്കാൻ ഞാൻ ആരെ കൊണ്ടുപോകും? ഈ മച്ചമ്പി അങ്ങനെ പിന്തിരിയുന്ന കൂട്ടത്തിലുള്ളതല്ല. അങ്ങനെ ആരും നോക്കണ്ട. ഇവിടെ കുറെ പിന്തിരിപ്പന്മാരുണ്ട്. നീ വന്നാൽ നിന്റെ ആ പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് തരാം. നീ വിചാരിക്കുന്ന പോലെ അല്ല. ആ ഏരിയ അത്ര ശരിയല്ല. ഞാൻ ഒരിക്കൽ പോയിട്ടുള്ളതാണ്. അന്ന് ഒരു പരുവത്തിലാണ് ഞാൻ അത് കോംപ്രമൈസ് ചെയ്തത്. നീ ഇനി അവിടെ പോയി ഇളക്കാൻ നിൽക്കല്ലേ? പണ്ട് ഗാന്ധിജി സ്വാതന്ത്ര്യ സമരത്തിന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയ സമയത്ത് ഇതുപോലെ കുറേ പേര് പിന്തിരിപ്പിക്കാൻ നോക്കി. അന്ന് ആ മനുഷ്യൻ അതിൽ നിന്ന് പിന്തിരിഞ്ഞിരുന്നെങ്കിൽ ഇന്നും നമ്മൾ ബ്രിട്ടീഷുകാരുടെ അടിമയായിട്ട് ഇവിടെ കിടന്നേനെ. നീ ബ്രിട്ടീഷ് പോലീസിന് സല്യൂട്ട് ചെയ്ത് ഇങ്ങനെ നിന്നേനെ. അതുകൊണ്ട് ഇങ്ങനെ പിന്തിരിപ്പിക്കാൻ നോക്കണ്ട. ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് പോയിട്ട് ഞാൻ വന്ന് കാണിച്ച് തരാം കേട്ടാ. നീ ഒരു കാര്യം ചെയ്യും, ഈ പോലീസുകാരന് കാവലായിട്ട് ഇവിടെ നിൽക്ക്, എങ്ങും പോകരുത്. വേണ്ട, പുറത്ത് വിടരുത്. അതായത് ഇനി സസ്പെൻഷൻ പോയി ഡിസ്മിസൽ ആവും. അതുകൊണ്ട് ഇവിടെ അടച്ചിട്ടരാം. ഞാൻ പോയി സോൾവ് ചെയ്തിട്ട് വന്നോളാം. സൂക്ഷിക്കണേ. ഇതൊക്കെ ഒരു പൂ പറിക്കണ ലാഘവത്തോടെ കാണേണ്ട കാര്യങ്ങളല്ല. അവർക്ക് അത്ര ഉള്ളന്നേ. ഏട്ടൻ പോവാതിരുന്നാ മതി. ടെൻഷൻ കാരണം ചായം കുടിക്കാൻ തോന്നുന്നു. ചായ ഇട്ടതിരിപ്പില്ല. ചോറെടുത്ത് തിന്നു. എനിക്ക് വേണ്ട. എന്തിനിപ്പോ ക്ലീറ്റോനെ പറഞ്ഞു വിട്ടത് നീ? ഞാൻ വിളിച്ച് കുളിപ്പിച്ച് ഉടുപ്പൊക്കെ ഇട്ട് പറഞ്ഞു വിട്ടതല്ലേ? പിന്നെ പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. പിന്നെ എങ്ങനെയാണ്? ക്ലീറ്റോ ആ ബോധമില്ലാത്ത മനുഷ്യനാണ്. അത് അവിടെ പോയിട്ട് എന്തെങ്കിലും കുഴപ്പമൊപ്പിക്കും നിനക്ക് അറിയാലോ. അറിയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പോവാന്ന് പറഞ്ഞത്. ഞാൻ ഇറങ്ങിയല്ലേ, എന്നെ പിടിച്ചെടുത്തിട്ട് പോയല്ലേ. അളിയനും സ്നേഹം വേണം. ഇങ്ങനെ ശത്രുക്കളായാൽ ഇങ്ങനെ ഇരിക്കും. സ്നേഹം ഉള്ളത് കൊണ്ടാണ് പോകണ്ടെന്ന് ഞാൻ പോയിക്കൊള്ളാന്ന് പറഞ്ഞത്. അപ്പോൾ അവൻ ഓവർ സ്മാർട്ടാവാൻ നോക്കിയത്. പോയിട്ട് വരട്ടെ, എന്നാലും സോൾവ് ചെയ്തിട്ട് വരുമല്ലോ. എന്താവെന്ന് കാണാൻ അത് അങ്ങനെ പേടിയൊന്നുമില്ല. പോയിട്ടുണ്ടെങ്കിൽ ക്ലീറ്റ് അത് ചെയ്യുകയൊക്കെ ചെയ്യും. എന്താ ആകെ പ്രശ്നമായി. ആ പിക്കെ കോളനിക്കാര് മച്ചമ്പേ ലോക്കാക്കി. പൂട്ടിട്ടേക്കോ അവിടെ. ആര് പൂട്ടി? എന്തിനാന്ന് അറിയത്തില്ല. എനിക്ക് അകത്തോട്ട് കയറാൻ പറ്റിയില്ല. അവിടെ ഭയങ്കര ബഹളമാ. ഞാൻ അതറിഞ്ഞ് അന്നേരം ഒഴിഞ്ഞു പോന്നെ. കനകമച്ചമ്മയെ കൊണ്ട് പോയി എങ്ങനെയല്ലേ ഇറക്കിക്കൊണ്ട് വന്നേ പറ്റത്തുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ മനുഷ്യനെ വീടുണ്ടായിരുന്നു. 10 വയസ്സുടെ വിവരമില്ലാത്ത മരമാർ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കനക ചെല്ലടാ പാവട, അത് പേടിച്ച് മരിച്ചിട്ടുണ്ടാവും. ചെല്ലട്ടാ, ഞാൻ സസ്പെൻഷൻ ആയ പോലീസുകാരൻ. ഞാൻ പോയിട്ട് അവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. അവൻ പോയി ചെയ്തോളം നടത്തിട്ടല്ലേ ഇറങ്ങിയത്. നീട്ട് റെഡടിക്കേണ്ട കാര്യം. ആ മനുഷ്യൻ എന്തെങ്കിലും വിടുവായത്തരം പറയണേ. ഫോണൊക്കെ അമാര് പിടിച്ചു വെച്ചേക്കുമായിരിക്കും. അതായത് ഞാൻ വിളിക്കാഞ്ഞേ. അച്ഛൻ ഈ സമയത്ത് വാശി പിടിച്ചായിരിക്കും. ചെല്ല് ചെല്ല്, മതി കഴിച്ചത്. എഴുന്നേറ്റ് പോ ചെല്ല്. ചെല്ലടാ കനക. കരയണ്ട. അതിന് വേണ്ടി പ്രശ്നങ്ങളൊന്നുമില്ല. 2 ഭാഗത്തും ആൾക്കാർ കാണുമല്ലോ. എന്തായാലും അവിടെ സേഫ് ആണല്ലോ. എനിക്ക് പള്ളിപ്പെരുന്നാളിന്റെ ഒരു തല്ലികേസ് ഉണ്ട്. അതിനകത്ത് ചെന്ന് കയറാൻ പറ്റത്തില്ല എനിക്ക്. ശരിക്കും എന്താടി വഴിയാ? എന്താണ് കുഴപ്പം? എന്തോ കോളനിക്കാരൻ. എന്റെ മാതാവേ, ഞാനൊരു കൂടെ തിരുവഴി. ക്ലീറ്റോയ്ക്ക് രാഷ്ട്രീയം ശരിയാവൂല. ചേച്ചിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്? നിനക്ക് കുറെ മുമ്പ് മനസ്സിലായ പോലെ ഉണ്ടല്ലോ. എനിക്ക് കുഞ്ഞുനാളിലേ അറിയായിരുന്നു.
10ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് ക്ലീറ്റോ ചേട്ടൻ 1ാം സ്വാതന്ത്ര്യ സമരത്തിനെ പറ്റി ചോദിച്ച് ഉത്തരം അറിയാഞ്ഞിട്ട് എന്താ എഴുതി വെച്ചെന്നറിയോ? സിനിമ പാട്ട്. ഓ അന്നേ ഞങ്ങൾ എല്ലാവരും വിധി എഴുതിയതാണ് ക്ലീറ്റോ ചേട്ടന് ഈ പാർട്ടിയിൽ രാഷ്ട്രീയത്തിലൊന്നും ഒന്നും ആവാൻ പോണില്ലെന്ന്. പിന്നെ അതാണ് വലിയ കാര്യം. അപ്പൊ ഇപ്പൊ ഈ ഇന്നാളൊരു ഏതാണ്ട് ഒരു പാർട്ടിയിലൊരു നേതാവ് മൈക്കിന്റെ മുമ്പിൽ നിന്നിട്ട് ഇങ്ങനെ കൈ കൊട്ടിക്കൊണ്ട് ജനഗണ മംഗള എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതോ അവർ രാഷ്ട്രീയക്കാരല്ലേ? അതിലൊന്നും ഒരു കാര്യമില്ല. ചേച്ചി ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ക്ലീറ്റോ ചേട്ടൻ അതിൽ നിന്ന് രക്ഷപ്പെടാത്തത്, ഇതിന്ന് ഇറങ്ങാത്തത്. പക്ഷെ ഇന്ന് ഇങ്ങോട്ട് വരട്ടെ, ഞാൻ പറയുമല്ലോ. പറഞ്ഞു മാറ്റിയാ അത്രയും നല്ലത്. എനിക്ക് തോന്നുന്നില്ല മനുഷ്യൻ കേൾക്കും. എത്ര നാളായി ഇങ്ങനെ നാട്ടുകാരുടെ ഇടികൊള്ളാൻ തുടങ്ങിയിട്ട്? സൂക്ഷിച്ചിറക്കാൻ ഞാൻ പ്രസവം കഴിഞ്ഞ് വരണം. ഇനി കാണായിരുന്നു. ഒരു പരുവത്തിന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒതുക്കിയിരിക്കുകയാണ്. ഇനി വെറുതെ ആവശ്യമില്ലാതെ എടുത്ത് ചാടരുത്. ശരിക്കും കിട്ടിയാ ശരിക്കും? ഒന്നും കിട്ടിയില്ലേ. എന്നെ പിടിച്ച് കെട്ടി വെച്ചവനെയൊക്കെ എനിക്കറിയാം. പിന്നെ ഞാൻ പോയത് ഒരു ന്യായത്തിൻ്റെ ഭാഗത്താണ്. നമ്മളെ പിള്ളേർ കോളനിയിലല്ല, 100 വോട്ടുള്ളതാണ്. ആ വോട്ട് കൊണ്ടാണ് ഇപ്പോൾ പഞ്ചായത്ത് ഇലക്ഷന് അവൻ അൻസാർ ജയിച്ചത് പുട്ടുപോലെ. അതാണ് വലിയ കാര്യമായി പോയത്. ഇവിടെ നാട്ടിൽ നീതി ന്യായമൊക്കെ അവരെന്നോട് ചോദിക്കുക, സാർ ഒരു പോലീസുകാരനല്ലേ? ബിൽഡേഴ്സിന്റെ ഭാഗത്തല്ലേ ന്യായം? എനിക്കൊന്നും മനസ്സിലായില്ല. ഒരു വലിയ പ്ലോട്ടായിരുന്നു, ഇതിന്റെ പുറകെ കുറച്ച് കോളനി ഉണ്ടായിരുന്നു. ഈ കോളനിക്കാർ യഥേഷ്ടം സഞ്ചരിച്ചുകൊണ്ടിരുന്ന സ്ഥലമായിരുന്നു ഇവർ വാങ്ങിയത്. അപ്പൊ ഇവരുടെ യഥാർത്ഥ വഴി ഈ ബിൽഡിംഗ് കെട്ടിക്കഴിഞ്ഞാൽ ഇതിന്റെ പുറകെ കൂടെ പോകണം, ഒരു കിലോമീറ്റർ ചുറ്റി പോകണം. കോളനിക്കാർ റോഡിൽ എത്തണം, 1 കിലോമീറ്റർ റൗണ്ട് അപ്പ് ചെയ്യണം. ഇപ്പൊ പക്ഷെ അവർക്ക് അത് പോരാ. അവർക്ക് ഈ ബിൽഡേഴ്സിന്റെ ബിൽഡിങ്ങിന് അടുത്തോടെ. അല്ല, ഞാൻ ചോദിച്ചോട്ടെ തങ്കം, ഇപ്പൊ ഇവര് പോകേണ്ട വഴിയിൽ ഇവിടെ മതിൽ കെട്ടായിരുന്ന ഇവർക്കും പോവാം, അവർക്കും പോവാല്ലോ. ആൾക്കാർക്ക് പെട്ടെന്ന് സൗകര്യപ്രദം റോഡിലെത്തുക, അതല്ലേ വേണ്ട. അവർക്ക് പുറകെ കൂടെ വഴി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വഴി എന്ന് പറയാൻ ഒരു അത്യാവശ്യം വന്ന ഒരു ആംബുലൻസ് വരണം, പെട്ടെന്ന് പോകണം. ഈ ന്യായം പറയാനായിട്ട് നേരെ ബിൽഡേഴ്സിന്റെ റൂമിൽ ചെന്ന് കയറി കൊടുത്ത് അമ്മ പൂട്ടിയും കിട്ടും. അത് ഒറ്റയ്ക്ക് അവന്മാര് പൈസ കൊടുത്ത് ജിമ്മന്മാരെ കൂട്ടിയിട്ടവനെയൊക്കെ എനിക്കറിയാം. നോക്കിയത് പകരം ചോദിക്കും. എന്റെ പാർട്ടി എന്റെ അടുത്തോടെ ഉള്ള സമയം ഒന്നും പേടിക്കാം. എന്നിട്ട് നിന്റെ കോളനിക്കാരെ അന്വേഷിച്ച് വന്നാ കോളനിക്കാര് ഞങ്ങൾ പ്ലാൻ ചെയ്യണുണ്ട്, എല്ലാം കൂടെ കൊടുക്കുന്നുണ്ട്. കിട്ടിയാലും മതിയാവൂലേ ക്ലീറ്റോ? നമ്മള് ജനത്തിന് വേണ്ടി നിൽക്കണം, അല്ലാതെ ഒരു മുതലാളികളെ കൂട്ടത്തിലല്ല. ന്യായം എന്ന് പറഞ്ഞാൽ ഈ വഴി കൂടെ ഇവര് പോയോണ്ട് വല്ല സംഭവിക്കും. കൂട്ടിക്കൊണ്ട് പോകാൻ പാടില്ലായിരുന്ന? അതൊന്നും അല്ല. ഇത് ഞാൻ പറഞ്ഞില്ല, എനിക്കറിയാം സോൾവ് ചെയ്യാൻ. ഇത് നോക്കിട്ടോ നമ്മുടെ എന്ത് കൈയും കാലും തല്ലി ഓടിച്ച് അവരിട്ടിട്ടുണ്ടെങ്കിൽ 10 പൈസ ആശുപത്രി ചെലവാക്കാൻ ഇവിടെ ആരുടെയും കയ്യിലില്ല. ഇന്നത്തോടെ നിർത്തിക്കോട്ടെ. ഒരു പ്രസ്ഥാനം ഉള്ളത്തോളം ഈ ക്ലീറ്റോയ്ക്ക് ഒന്നും പേടിക്കാനില്ല. എങ്ങനെ ഇരിക്കണ്? ഇനി മേലിൽ നീ ഇവിടെ പൂങ്കണ്ടി ഒഴിച്ചിട്ടാണ് ഞാൻ പോയത്. പിന്നെ നീ വന്നല്ലേ എന്നെ അവന്മാര് പിടിച്ചങ്ങ് വിഴുങ്ങിയനെ. എന്റെ ആങ്ങളെ വന്നോണ്ട് എന്നെ ഇറക്കി വിട്ടത്. അവിടെ യവന്മാര് ഫ്ലാറ്റ് കെട്ടി അത് കച്ചവടം ചെയ്യണത് കാണണം എനിക്ക്. യവനെ കിട്ടിയാ പഠിക്കൂലടി അവൻ. ഞങ്ങളുടെ അപ്പുക്കുട്ട സാറ് വിളിക്കാണ്. അതെ, വിവരം അറിഞ്ഞിട്ട് എന്നെ അഭിനന്ദിക്കാൻ വിളിക്കുന്നുണ്ട് കേട്ടോ. ഈ മനുഷ്യനാണ് ആദ്യം കൊല്ലേണ്ടത്. അത് തന്നെ കേട്ടോ സാറ് പറയണത്. വിവരമുള്ളവരൊക്കെ ഉണ്ട്. സാറേ നമസ്കാരം. എന്താ സാറേ? അല്ല സാറേ, ആ കോളനിയിൽ 100 വോട്ടുള്ളതാണ്. അല്ല സാറേ, ആ വോട്ട് ആണ് നമ്മൾ നേരത്തെ പഞ്ചായത്ത് ഇലക്ഷന് അൻസാർ ജയിപ്പിച്ചത് ഈ കോളനിക്കാരാണ്. അല്ല സാറേ, വോട്ടല്ലേ വലുത് നമുക്ക്. ഒരാഴ്ച വീട്ടിൽ പോയി പാർട്ടിയുടെ ഒരു കാര്യത്തിൽ നീ ഇടപെടണ്ട. ഒരാഴ്ച നിന്നെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. സസ്പെൻഷന്റെ കാര്യത്തിലെങ്കിലും അളിയന്മാരുണ്ട് ഒരു ഒത്തരവ് കാണിച്ചുണ്ട്. കർത്താവേ, അത് മതി.